തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷക ശ്യാമലയെ മർദ്ദിച്ച സംഭവത്തിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ഇന്നും ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വീണ്ടും മാറ്റി തിങ്കളാഴ്ച വിധി പറയും. അതേസമയം ഇരയ്ക്ക് കേട്ടുനിൽക്കാൻ പറ്റാത്ത വാക്കുകളാണ് അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നത് എന്ന് യുവ അഭിഭാഷക ഇന്ന് പറഞ്ഞു. കോടതി വിധി എന്ത് തന്നെയായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൽ എനിക്കെതിരെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങളെന്നല്ല, ശരിക്കും അതൊരു വിക്ടിം ബ്ലെയിമിംഗ് ആയിരുന്നു. അതിന് ഞാൻ വൈകാരികമായി കൊടുത്ത മറുപടിയാണ് അത് ലീക്കായത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമാണ്. ഷഫീദ്, ഇന്നിപ്പോൾ കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ അത് എങ്ങനെയായിരുന്നു? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വേറെയും ഉടലെടുത്തിട്ടുണ്ടല്ലോ. അഭിഭാഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സ്വഭാവഹത്യാശ്രമമെന്ന് ഈ ഇര പറയുകയാണ്. അതിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്ന് പറയുന്നു. തനിക്ക് പിന്തുണ ലഭിക്കുന്നില്ല അഭിഭാഷകരുടെ ഭാഗത്ത് എന്ന് പറയുന്നു. ആ തരത്തിലേക്ക് പുതിയ വിവാദങ്ങളൊക്കെ ഉടലെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഷഫീദ്? അനുജ, മജിസ്ട്രേറ്റ് അവധിയിലായതിനാൽ 11ാം കോടതി പരിഗണിച്ച ജാമ്യ ഹർജി ഇന്ന് 12ാം കോടതിയാണ് പരിഗണിച്ചത്. ബെയിലിന് ജാമ്യം നൽകുന്നതിന് ഇന്നും പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ പ്രതി സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ ഇന്ന് വാദമായി ഉയർത്തി. എന്നാൽ ബെയിലിനും മർദ്ദനമേറ്റെന്ന വാദം പ്രതിഭാഗം ഇന്നും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗവും കോടതിയിൽ ഇന്ന് ഹാജരാക്കി. പ്രതിക്ക് മുഖത്തും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും പരിക്കേറ്റു. അഭിഭാഷക ഓഫീസിനുള്ളിൽ 2 ജൂനിയർമാർ തമ്മിൽ നടന്ന തർക്കമാണ് പ്രശ്നത്തിൽ കലാശിച്ചത്. ഇതിൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ജാമ്യം ലഭിക്കാത്ത വകുപ്പായ BNS 74 അത് നിലനിൽക്കില്ല എന്നുള്ള വാദത്തിലാണ് പ്രധാനമായും പ്രതിഭാഗം ഇന്ന് ശ്രദ്ധ കൊടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പ് നിലനിൽക്കില്ല, കാരണം ലൈംഗിക ചുവയോടെയോ ലൈംഗിക ഉദ്ദേശത്തോടെയോ അല്ല പ്രതി ഈ കൃത്യം ചെയ്തത് എന്നുള്ള കാര്യം കൂടി പ്രതിഭാഗം വാദിച്ചു. ഇതോടെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ കോടതി തിങ്കളാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ ഇന്ന് രാവിലെയാണ് ഈ ബാർ അസോസിയേഷനെ അടക്കം വിമർശിച്ച അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മർദ്ദനമേറ്റ ശ്യാമിലി അയച്ച ശബ്ദരേഖ പുറത്തു വന്നത്. ഇതിന് പിന്നാലെ അല്പസമയം മുൻപ് പ്രതികരിക്കുമ്പോൾ ശ്യാമിലി പറഞ്ഞത് തനിക്കെതിരെ വ്യാജമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രചരിക്കുന്നു. എല്ലാ അഭിഭാഷകരെയും അല്ല, ചില അഭിഭാഷകർ ആ രീതിയിൽ തന്നോട് ആ സമീപനം, അതായത് ഇരയെ ഉപദ്രവിക്കുന്ന സമീപനം നടത്തുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ ശ്യാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അനുജ, അതാണ് ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.